ഇപ്പം ഞാൻ ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചസൊക്കെ ഇങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബിഗിനർ മാത്രമാണ്. ഇത് അങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആൻഡ് എനിക്ക് കുഞ്ഞിക്കായിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. നട്ടുച്ചക്കുള്ള കുളി അത് വേറെത്തന്നൊരു സുഖമാണല്ലേ. അതിപ്പം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുളിച്ച് കഴിഞ്ഞ് വന്നാലേ ഒരു വല്ലാത്തൊരു ക്ഷീണവും വിശപ്പും ഒക്കെയാണ്. പിന്നെ പുറത്ത് വായി നോക്കാൻ പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരുമൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് ഇതിലേക്കൂടിയൊക്കെ പോകുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് വീക്ഷിച്ച് ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ മുഖം ഇങ്ങനെ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എടുത്ത മോയ്സ്ചറൈസറിലെ ബം മോയ്സ്ചറൈസർ അതിച്ചിരി വെടക്ക് സ്മെല്ലാണ്. അതപ്പം മണപ്പിച്ച് നോക്കാണ്ട് എനിക്ക് തേക്കാനും പറ്റില്ല. അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. അതിനെ ഞാൻ നാളെ പറിക്കാൻ നോട്ടിട്ട് വെച്ചതാട്ടോ. ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി എന്നെ തന്നെ നോക്കി രസിക്കാൻ ഒരു വല്ലാത്ത സുഖം ഞാൻ കണ്ടെത്താറുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു 2-3 നെടുവീർപ്പിടുക എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ശീലമാണ്. പണ്ടേ ഞാനൊരു ഓവർ തിങ്കറാണ്. അതപ്പം പ്രഗ്നൻസി ടൈമിൽ കുറച്ചുകൂടി കൂടി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെറുതെ ഓരോന്ന് ആലോചിക്കുക, എന്നിട്ട് സങ്കടപ്പെടുക, ഇരുന്ന് കരയുക, ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. എനിക്ക് മാങ്ങയോടുള്ള ആക്രാന്തം നിങ്ങൾക്കിതിലൂടെ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. അതിനെ ഞാൻ അറഞ്ചം പുറഞ്ചം നക്കിയെടുക്കുന്നുണ്ട് ഗൈസ്. ഒന്ന് നാട്ടുമാങ്ങയും ഒന്ന് നമ്പ്യാർ മാങ്ങയാണ്. വാവ്, ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. ഈയിടെയായിട്ട് എൻ്റെ പ്രധാന ഹോബി ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നല്ല മാങ്ങാപ്പുളിശ്ശേരിയും. ആഹാ, അന്തസ്.